ഈ പൂട്ടിയിട്ടിരിക്കുന്ന മുറിയാണ് ലൈബ്രറി. നമ്മൾ പറഞ്ഞു വന്നത് ആചാര് പറഞ്ഞതാ. പിണങ്ങിയാ ഞെക്കിക്കൊല്ലും, ഇണങ്ങിയാ നക്കിക്കൊല്ലും. അതാ സ്വഭാവം. അപ്പൊ രണ്ടായാലും മരണം തീർച്ചയാണോ? അങ്ങനെയല്ല, ആത്മാർത്ഥത കാണിച്ച ചങ്ക് പറിച്ചേരുന്ന് പറയായിരുന്നു. അതുകൊണ്ടല്ലേ മൂപ്പര് വിരലൊന്നും ചോദിച്ചാൽ മതി ഈ നാട്ടുകാർ മുഴുവനും കൂടെ നിൽക്കും. പാവങ്ങളോട് ഇത്രയും കരുണയുള്ള ഒരു മനുഷ്യനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചുമ്മാ പാവപ്പെട്ട ഒരു യുവാവ് ജീവിക്കാൻ മറ്റു വഴിയൊന്നും കാണാഞ്ഞ് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് ഒരു കള്ളത്തരം കാണിച്ചു എന്നറിഞ്ഞ ഹാജിയാരങ്ങ് ക്ഷമിക്കുമല്ലേ? ക്ഷമിക്കും. പക്ഷെ തല കാണില്ല എന്ന് മാത്രം. പിന്നെ ഒപ്പത്തിനൊപ്പം നിൽക്കാൻ ഈ നാട്ടിലൊരു കൂട്ടരുണ്ട്, കുറുപ്പത്ത് വീട്ടുകാർ. ഹാജിയാരുമായിട്ട് വലിയ ശത്രുതയില്ല. ഈ രണ്ടു കൂട്ടരോടും നേരക്ക് നേരെ ഒന്ന് സംസാരിക്കാൻ ചങ്കുറപ്പുള്ള ഒരേ ഒരാളെ ഈ നാട്ടിലുള്ളൂ. അതാരാ? ഈ ഞാൻ. ഡിസിപ്ലിൻ ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് നോക്കും. അതെന്റെ ഒരു വീക്ക്നെസ് ആണ്. അച്ചടക്കവും ആത്മാർത്ഥവും ഇല്ലാത്ത ഒരിടത്തും വിദ്യാഭ്യാസത്തിന് വേരോടാൻ പറ്റില്ലെന്നാണ് ഞാൻ പറയുന്നത്. ഈ അച്ചടക്കത്തിൽ ഭംഗം വരുന്നത് ആരായാലും ഞാൻ മുഖം നോക്കാതെ ശിക്ഷ നടപ്പാം. അതും എന്റെ ഒരു വീക്ക്നെസ് ആണ്. അത് കള്ളനല്ല, ഹെഡ് മാസ്റ്ററാണ്. എന്തായി കാണിക്കുന്നത്? ഞാൻ ഹൈ ജമ്പിന് പ്രാക്ടീസ് ചെയ്യായിരുന്നു. ഇന്നലെ തനിക്കൊരു മെമ്മോ വരുന്നുണ്ട്, ഒരു ഷോ കോസ്റ്റ് നോട്ടീസ്. സമാധാനം പറയണം. അത്രേ ഉള്ളൂ. സ്വതന്ത്ര ഭാരതത്തിൽ ഒരു സാധാരണ പൗരൻ മതിൽ ചാടുന്നത് കുറ്റകരമാണെന്ന് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലോ ഒരു അധ്യാപകൻ മതിൽ ചാടി സ്കൂളിലേക്ക് വരുന്നത് തെറ്റാണെന്ന് ടീച്ചേഴ്സ് മാനുവലിലോ പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെന്താ ചാടിയാല്? മാഷാണല്ലേ? അതെ. എങ്ങനെ മനസ്സിലായി? നല്ല ഡിസിപ്ലിൻ. അതാ ഹെഡ് മാസ്റ്ററുടെ പ്രത്യേകത. ഏത് സ്ഥാപനത്തിനും ചീത്തപ്പേരുണ്ടാക്കാൻ കച്ചകെട്ടി നടക്കുന്ന ചില ചെറ്റകളുണ്ടാവും. ഇവിടെയുണ്ട്. അതാ ഈ അവതാരം. ചെറ്റയോ? ഒരു സ്കൂളിന്റെ പുരോഗതിയെ മാത്രം ലക്ഷ്യമാക്കി നിസ്വാർത്ഥ സേവനം നടത്തുന്ന ഒരു അധ്യാപകനെ പ്രകോപനപരമായ യാതൊരു കാരണവുമില്ലാതെ ഒരു ഹെഡ് മാസ്റ്റർ ചെറ്റ എന്ന് വിളിക്കുന്ന തെറ്റാണെന്ന് ടീച്ചേഴ്സ് മാനുവൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ കംപ്ലൈന്റ് ചെയ്യും. ഞാൻ ഇപ്പൊ തന്നെ കംപ്ലൈന്റ് ചെയ്യും. പോയി ചെയ്യ്. ലേറ്റായി ശിക്ഷ നടപ്പാക്കാൻ കാത്തിരിപ്പുണ്ട് ആചാര്. ഇല്ല മാഷെ, ഞാൻ ചെറ്റയാണെങ്കിലും ചെറ്റത്തരമില്ലാത്തൊരു ഹൃദയം എനിക്കുണ്ട്. ഇത് ഞാൻ കംപ്ലൈന്റ് ചെയ്യില്ല. കൊള്ളാം. മാഷന്മാരെ ഡിസിപ്ലിൻ ഇതാണെങ്കിൽ കുട്ടികളുടെ ഗതി എന്തായിരിക്കും? ഇതാരെ ഈ അത്ര ചോടക്കാരൻ? അത്രല്ല, അധ്യാപകനാ. അല്ലോ, പുതിയ മലയാളം മാഷ കുഞ്ഞാലിക്കുട്ടി. സലാമുണ്ട്. കൊള്ളാം. അരങ്ങേറ്റം അസലായി. സഹപ്രവർത്തന്റെ കാല് വാരിക്കൊണ്ട് തന്നെ വേണം. ഇത് ഡ്രില്ല്. അലിയാർ സ്വദേശം കൂത്തുപറമ്പ്. മാഷ പറഞ്ഞ കേട്ടല്ലോ. ഈ സ്ഥാപനത്തിൽ ഒരൊറ്റ ചെറ്റ മതി, രണ്ടെണ്ണം വേണ്ട. ഇന്നു മുതൽ മാഷ അലിയാരുടെ കൂടെ താമസം. ഇവിടെ താമസം അത് മാഷ് തീരുമാനിച്ചാൽ മതിയോ? ഇത് എന്റെ തീരുമാനമല്ല, അലിയാരുടെ തീരുമാനമാ. അലിയാരുടെ ഓരോ തീരുമാനങ്ങള്. വളരെ സന്തോഷം. എന്നാ ഇപ്പൊ തന്നെ വീട്ടിലോട്ട് പോവാം. മാഷിന് ക്ലാസ് എടുക്കോ? ക്ലാസ് ഒരു ക്ലാസ് എടുക്ക്. അതെ, ക്ലാസ് എടുക്കാം. ഇതാണ് വീട്. എങ്ങനുണ്ട്? കൊള്ളാം. നല്ല സൗകര്യമുള്ള വീട്. എനിക്കിഷ്ടമായി. എന്നാ ഹാജിയാരോട് ഇതങ്ങ് എഴുതി തരാൻ പറയാം. മാഷ മുറിയാൻ കാണിച്ചത്. തമാശ പറഞ്ഞ പിടിച്ചില്ല. ഇതാണ് ഇവിടുത്തെ ഏറ്റവും നല്ല മുറി. നല്ല കാറ്റ്, വെളിച്ചം, പോരെങ്കിൽ അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. ഇവിടെയാണ് ഞാൻ ഡെയിലി എക്സസൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് മാഷക്ക് ഞാൻ ഈ മുറി തരൂല. ആ മുറി മാഷക്ക് ഇഷ്ടാവും. മനസ്സിലിരിപ്പുള്ള ഈ കാണുന്ന ജനാലകൾ തുറന്നിട്ടാ കാണാം കണ്ണത്താത്ത ദൂരത്ത് പാടശേഖരങ്ങൾ. രാത്രിയിൽ നേർത്ത നിലാവെളിച്ചം. മനസ്സിന് പ്രയാസം തോന്നുമ്പോഴൊക്കെ ഞാൻ ഈ ജനാലകൾ തുറന്നിട്ട് അകലങ്ങളിലേക്ക് നോക്കി നിൽക്കും. ദുഃഖങ്ങളെല്ലാം ഓടി മറിയും. പിന്നെ പ്രകൃതിയും ഞാനും മാത്രമാകും. ദാ നോക്കു മാഷേ. അല്ല, വയലില്ലെങ്കിലും വെയിലുണ്ടല്ലോ. അതുകൊണ്ട് ഈ മുറി ഞാൻ മാഷക്ക് തരൂല്ല. മാഷയുടെ മുറി ഞാൻ കാണിച്ചു തരാം. ദാ ഇതാണ് മാഷയുടെ മുറി. ഏകാന്തതയുടെ മാഷേ, കൂടുതൽ വർണ്ണന വേണ്ട. ഞാൻ തന്നെ കയറി നോക്കിക്കോളൂ. അയ്യേ, ഇത് റൂമാണോ? മനുഷ്യനെങ്ങനെ ഇതിനകത്ത് ഉറങ്ങും? അതുകൊണ്ടല്ലേ മാഷക്ക് വന്ന്. അവിടെ മുഴുവൻ ചെലന്തി വിലയാണ്. അതെ. ലൈറ്റ് ഇല്ല. ഇല്ല. ഫാൻ ഇല്ല. ഓ, അവിടെ കൈതാൻ ഫാൻ. ഹാജിയോട് പറ കിടക്കാവർ AC ഫിറ്റ് ചെയ്ത് തരാൻ. 300 രൂപ ശമ്പളക്കാരെ AC-യിലേ കിടന്നു ഉറങ്ങും. ഇയാളാരാ? ഹൈദരാബാദ് നൈസാമോ?
രക്ഷിക്കണേ. എന്തായത് അഹമ്മദ് നിർത്താൻ? അഹമ്മദിയല്ല, ഇത് തേങ്ങ. അത് മനസ്സിലായി. അമ്പലത്തിൽ പിന്നെ തേങ്ങ അല്ലാതെ മാങ്ങ ഉടയ്ക്ക. മഹാരാജാവിന്റെ കാലത്ത് തന്നെ ഹിന്ദുക്കൾക്ക് മുഴുവൻ ക്ഷേത്രത്തിൽ കയറി ആരാധന നടത്താം എന്നൊരു വിളംബരം നടത്തിയിട്ടുണ്ട്. ക്ഷേത്രപ്രവേശന വിളംബരം. പൊതുവിജ്ഞാനം തീരെ ഇല്ലല്ലേ? മാറ് മാറ്. അയ്യോ ഉടയ്ക്കരുത്. ദേ എന്റെ പണി കളയരുത്. ആ നാളികേരം ഞാൻ നേരി ഞാൻ ഉടച്ചോളാം. അത് ശരി, ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ച തേങ്ങ താൻ ഉടച്ചിട്ട് അതിന്റെ പുണ്യം തനിക്ക് കിട്ടണം. തന്റെ പ്ലാൻ കൊള്ളാം. വർഷങ്ങളായിട്ട് നടന്നു വരുന്ന ഒരു ആചാരം. അത് നിങ്ങളായിട്ട് മുടക്കാനുണ്ടല്ലോ. കുറുപ്പത്ത് വീട്ടുകാരും കാര്യസ്ഥനായ ഈ ഞാനും നാട്ടുകാരും അത് പൊറക്കില്ല. എന്താചാരം? കുറുപ്പത്തെ കുടുംബോംഗ ക്ഷേത്രമാണിത്. ഇന്ന് തൃക്കാർത്തിക നാളും. ഈ നാളിൽ കുറുപ്പത്ത് തറവാട്ടിലെ ഒരു കന്യക വന്ന് വിളക്ക് വയ്ക്കാതെ നാട്ടുകാർ പ്രവേശിക്കാൻ പാടില്ല. അതാ പാരമ്പര്യമായി നടന്നു വരുന്ന മാമൂല്. ഇതറിയില്ലേ? കുറുപ്പത്തെ കന്യയ്ക്ക് എന്താ കൊമ്പുണ്ടോ? ഭഗവാന്റെ മുമ്പിൽ എല്ലാവരും ഒരേ ക്വാളിഫിക്കേഷൻ ഉള്ളവരാ. അവിടെ വെറുതെ റിസർവേഷനും വെയിറ്റിംഗ് ലിസ്റ്റും ഒന്നും ഉണ്ടാക്കരുതേ പ്ലീസ്. അയ്യോ ഗൗരി കുഞ്ഞി, പറയ്, ആരാണവൻ? മുറ തെറ്റിച്ചവൻ ആരാണെന്ന് അറിയില്ല. അറിയില്ലേ? പിന്നെ എന്തിനാ നിന്റെയൊക്കെ സേവനം? നിഷേധി, പിടിച്ചു കെട്ടിക്കൊണ്ട് വരാനില്ല അവനെ. എന്തോ വാശിക്കെന്ന പോലെ തർക്കുത്തരം പറഞ്ഞ് തേങ്ങ അടിച്ച് കടന്നു കളഞ്ഞതാണ്. അപ്പൊ അത് മനഃപൂർവ്വം ചെയ്തതാവാൻ വഴിയുണ്ട്. തറവാടിന്റെ തായ്വേര് മുറിക്കാൻ ആരോ കരുതിക്കൂട്ടി ചെയ്തതാവാം. വീര, അവനാരാണെന്നറിഞ്ഞാൽ പിടിച്ചു കെട്ടി ഇവിടെ കൊണ്ടുവരണം. കാരണവന്മാരുടെ കാലം മുതലുള്ള ആചാരമാണ് മുടങ്ങിയത്. പ്രായശ്ചിത്തം ചെയ്തേ പറ്റൂ. പ്രശ്നം വെക്കണം. അതിനുള്ള ഏർപ്പാട് ചെയ്യ്. മലരണി കാടുകൾ തിങ്ങി വിങ്ങി, മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി, കരളും മിഴിയും കവർന്നു മിന്നി, കറയറ്റൊരാലസൽ ഗ്രാമഭംഗി. ആയിഷ, ആയിഷ, ആഹാ ഇക്കയോ? എവിടെ മൂസാക്ക? വിളിക്കേ. എന്താ കാര്യം? പ്രായം കൊണ്ട് മൂപ്പില്ലെങ്കിലും താനം കൊണ്ട് ഞമ്മളാ ബലത്. പറഞ്ഞേക്ക് എന്റെ കെട്ടിയവനോട്. ഞമ്മക്കൊന്നും പൊടി കിട്ടണില്ല. കാര്യം എന്താച്ചാ പറ. ഞമ്മക്ക് പറയണം എന്റെ മോൻ എന്ത് തെറ്റേ ചെയ്തതെന്ന്. എന്തിനാ അവന്റെ കരണത്തടിച്ച് പുറത്താക്കിയെന്ന്. ആരാ അവിടെ? വീരാൻകുട്ടി, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമ്മളോട് പറയാം. ഈലിപ്പോ പറയാൻ എന്തിരിക്കുന്നത്? നിങ്ങൾക്കും കൂടി അറിയാവുന്ന കാര്യല്ലേ. ഓനൊരു തെറ്റ് ചെയ്തു എന്നും വെച്ച് സസ്പെൻസിൽ നിർത്തുകയെന്ന് വെച്ചാലേ അതിന്റെ നാണക്കേടുക്കാൻ കൂടിയല്ലേ. ഇത് ചോദിച്ച് വീരാൻകുട്ടി എന്തേ വരാത്തതെന്ന് ആലോചിക്കായിരുന്നു നമ്മള്. റഹീമിനോട് നമ്മൾ അന്നേ പറഞ്ഞതാ ഇവിടെ വന്ന് മാപ്പ് പറഞ്ഞ് ജോലിക്കാരൻ. അല്ലേലും ഓൻ ഇവിടുത്തെ സ്വന്തം കുട്ടി തന്നെയല്ലേ. മോന്റെ ജോലിക്കാര്യം പറയാനാണെങ്കിൽ നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം. നിങ്ങളിത് പറയാൻ തക്കണോ? ഓൻ എന്ത് തെറ്റാ ചെയ്തേ? ഓനോട് തന്നെ ചോദിക്ക്, പറഞ്ഞുതരും. വീരാൻകുട്ടി എന്താ ബിസിനസ് എല്ലാം ഓനെ ഏൽപ്പിക്കാത്തെ? ബിസിനസ് പൊളിയും അല്ലേ? ആദ്യം സ്വഭാവ ഗുണം ഉണ്ടാക്കാൻ നോക്ക്, എന്നിട്ട് മതി ജോലി. മുസാക്ക, നീ പറയണ സ്വഭാവ ഗുണമൊന്നുമില്ലാത്ത കുടുംബത്തിൽ തന്നെയാ നിങ്ങൾ നിൽക്കാതെ കഴിച്ചിരിക്കണേ. കുറച്ച് പണം ഉണ്ടായിന്ന് കരുതി പയ്യൻ നില മറക്കണ്ട. നിന്റെ മോന്റെ ജോലി പോവല്ലോ എന്ന് കരുതിയല്ല നിങ്ങളെ കാല് പിടിക്കാൻ വന്നത്. രണ്ടെങ്ങൾ നിലനിൽക്കണല്ലോ എന്ന് കരുതിയാ. ഐസ, ഞമ്മൾ ഇനി പടി ചവിട്ടൂല. തൃപ്തിയായില്ലേ? തെണ്ടിത്തിരിഞ്ഞാടുന്നവനെ വിളിച്ച് പണി കൊടുത്തതിന്റെ ഫലം കിട്ടിയില്ലേ? കറികൾക്ക് എന്തെങ്കിലും രുചിക്കുറയുണ്ടെങ്കിൽ പറയണം. എന്നാ പിന്നെ അതിനെ നേരം കാണൂ. ഉണ്ണാൻ നേരം ഉണ്ടാവില്ല. മാഷിനോടല്ല, കുഞ്ഞാലിക്കുട്ടി മാഷിനോടാ ചോദിച്ചത്. നന്നായിട്ടുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു. മാഷോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ ആ. ഊണ് ശരിയല്ലെങ്കിൽ വേറെ കട നോക്കിക്കോളാൻ. കുറ്റം പറയല്ലാതെ ഉണ്ണുന്നേല് കുറവൊന്നും കാണുന്നില്ലല്ലോ. കാന്താരി കൂടെ ഉണ്ടായിരുന്നോ? ഇതെന്റെ മോളാ മാഷെ. ശോഭന. മൂത്തത് മകനാ സുമാരൻ. അവനങ്ങ് പട്ടാളത്തിലാ. ദോ ഇരിക്കുന്നു. അത് മുരുകനല്ലേ? ആണോ? സുമാരൻ. ദോ ഇരിക്കുന്നു. എന്തൊരു റൗഡി അല്ല പ്രൗഡി. മോന്റെ കല്യാണ കാര്യമൊക്കെ എന്തായി?
അതങ്ങ് ഉറപ്പിച്ചു. സുകുമാരനാണെ പെണ്ണ് സുന്ദരിയായിരിക്കണം, സൽസ്വഭാവിയായിരിക്കണം, പരപുരുഷന്മാരുടെ മുഖത്ത് നോക്കാൻ പോലും പാടില്ല. ഇതൊക്കെയാ കണ്ടീഷൻ. എവിടെ നിന്ന് കിട്ടാൻ? എന്റെ ഒരു അകന്ന ബന്ധത്തിലുള്ള ഉം. അതാവുമ്പോ കൂടുതൽ അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഉം. അവൻ ലീവിന് വന്നാ ഉടനെ നടത്താനിരിക്കുക. ആ മീൻ പൊരിച്ചിങ്ങോട്ട് വെച്ചേ. ശോഭന പഠിക്കുന്നില്ലേ? പഠിക്കുന്നുണ്ട്. പിന്നെ SSLC ഫൈനൽ ഇയർ, ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ നല്ല മാർക്കായിരുന്നു. ഇപ്പൊ റാങ്കിന് വേണ്ടി മീൻ പൊരിപ്പിൽ സ്പെഷ്യലൈസ് ചെയ്യാ. എന്തായാലും ഡ്രിൽ മാഷിനെക്കാളും പഠിപ്പുണ്ട്. വെറുതെ അല്ല, അലിയാര് ഭാഷ പെണ്ണിന് കണ്ണെടുത്താ കണ്ടുകൂടാത്തെ. കണ്ണെടുത്താ പിന്നെ എങ്ങനെ കാണും കണ്ണൻ നായര്? തമാശ. ഒരു ദിവസം മാഷ് അറിയാതെ ഉണ്ണുന്ന ചോറിൽ വിഷം വെക്കുന്ന അവൾ പറഞ്ഞിരിക്കുന്നത്. അതിന് പ്രത്യേകം വെക്കണോ? ദിവസവും കഴിച്ചോണ്ടിരിക്കുകയല്ലേ. ആ, അത് മാഷ് എനിക്കിട്ടൊന്ന് വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ. ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. അത് പലരും മനസ്സിലാക്കിയാ കൊള്ളാം. ഹൂ. ആരാ? നമ്മളാരെ? ഞാൻ എവിടത്തെയാ? നിങ്ങളാരാ? ഞാൻ ഹാജിയാരെ. ഹാജാരോ? ബാപ്പാ, ഒരു ഹാജാരോ വന്നിരിക്കണ. ഞാൻ ഹാജിയാരല്ല, കുട്ടിയുടെ ഹാജിയാര് വാപ്പയെ കാണാൻ വന്ന മാഷ് കുഞ്ഞാലിക്കുട്ടി. കുഞ്ഞാലിക്കുട്ടിയോ? ആ, സത്യമായിട്ടും കുഞ്ഞാലിക്കുട്ടി. ആരാ? കുഞ്ഞാലിക്കുട്ടിയോ? മോളെ, ഇത് നമ്മുടെ സ്കൂളിൽ പുതിയതായിട്ട് വന്ന മാഷ് കുഞ്ഞാലിക്കുട്ടി. ഇതെന്റെ മോള് മുംതാസ്. നമസ്കാരം. വാ, അകത്തിരിക്കാം. മോളെ, കുടിക്കാൻ എന്തെങ്കിലും എടുത്തു. മോൻ വന്നേ പിന്നെ ബാപ്പ 3 പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞു. മോനെ കാണാതെ ബാപ്പയ്ക്ക് ഇരിക്കപ്പുറത്തില്ലെന്നാ തോന്നണേ. ബാപ്പയ്ക്ക് എപ്പോഴും എന്നെ കണ്ടോണ്ടിരിക്കണം. തടിമില്ലി പോയാ കുഞ്ഞാലിക്കുട്ടി എവിടെയെന്ന് ചോദിച്ചാൽ അവിടെ എത്തും. വീട്ടിലാണെങ്കിൽ പിന്നെ എപ്പോഴും കുഞ്ഞാലിക്കുട്ടി കുഞ്ഞാലിക്കുട്ടി കുഞ്ഞാലിക്കുട്ടി. അലിയാരി മാസ്റ്ററുടെ കൂടെയുള്ള താമസം എങ്ങനെ? സുഖമാണല്ലോ? എടോ ദരിദ്രവാസി മാഷേ, ഹാജിയാരല്ലേ ആറാം പുറത്തോ പറഞ്ഞാൽ എന്നെ അനുസരിക്കാത്തവൻ ഈ നിമിഷോട് ഇറങ്ങിക്കോണം. എന്നാ തന്റെ പാണ്ഡം ഇറങ്ങിപ്പോടോ. പരമസുഖം. ആള് ശുദ്ധനാണ്, ഭർത്താനം കുറച്ച് അധികം, അത്രേ ഉള്ളൂ. മോനിരിക്കെ. പ്രിയപ്പെട്ട അമ്മയ്ക്ക് ഞാൻ സുഖമായി ഇവിടെ എത്തിച്ചേർന്നു. ദൈവാനുഗ്രഹം കൊണ്ട് നമ്മുടെ കഷ്ടപ്പാടൊക്കെ മാറും. ബാപ്പ വാശി പിടിച്ചില്ലായിരുന്നെങ്കിൽ ഇതൊന്നും അനുഭവിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവുമായിരുന്നില്ല. എപ്പോഴും ബാപ്പയെ കുറിച്ച് പറയാനേ ആജിയാർക്ക് നേരമുള്ളൂ. എല്ലാം പടച്ചോന്റെ അനുഗ്രഹം. തൽക്കാലം വേറെ വിശേഷം ഒന്നുമില്ല. കത്തു ചുരുക്കുന്നു എന്ന് സ്വന്തം മകൻ കുഞ്ഞാലിക്കുട്ടി. ഇപ്പൊ എങ്ങനെയുണ്ടടി സുഹറ? ദുബായിലേ പോവൂ എന്ന് ഇവിടെ കിടന്ന് വിളിച്ചു പോവില്ലേ? ഇതാണ് പറയണത്. മൂത്തവര് ചൊല്ലും മുതുനെല്ലിക്കായും ആദ്യം കായ്ക്കും, പിന്നെ മധുരയ്ക്കും.